ഞാനും അതുപോലെ ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട്. അത് ഭയങ്കര ഇമോഷണലായിട്ടൊന്നും പറയുന്നൊന്നുമില്ല. അത് നമ്മളുടെ ജോലി തന്നെയാണ്. നമ്മൾ ആ പണിയെടുത്തേ പറ്റുള്ളൂ. ഇവിടെ അസിസ്റ്റേറ്റേഴ്സിന് ഏതെങ്കിലും സ്ഥലത്ത് ബാറ്റ കൊടുത്തിട്ടുണ്ടോ? ഈ സിനിമകളൊക്കെ ഉണ്ടാക്കുന്ന ഡയറക്ടേഴ്സ് അസിസ്റ്റേറ്ററായിട്ട് വരികയാണ്. അപ്പോൾ അവർക്ക് കുടുംബമുണ്ട്, അവർക്ക് വീടുണ്ട്, അവരെന്തോ അടിമപ്പണി ചെയ്യാനായിട്ട് കൊണ്ട് നിർത്തിയിരിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും ചീത്ത വിളിക്കും. ആ സിനിമ സെറ്റിലുള്ള മുഴുവൻ ആൾക്കാരും എന്തുണ്ടെങ്കിലും ചീത്ത വിളിക്കുന്ന അസിസ്റ്റേറ്റേഴ്സിനെയാണ്. അപ്പോൾ ഞാനും അതുപോലെ ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട്. അത് ഭയങ്കര ഇമോഷണലായിട്ടൊന്നും പറയുന്നൊന്നുമില്ല. അത് നമ്മളുടെ ജോലി തന്നെയാണ്. നമ്മൾ ആ പണിയെടുത്തേ പറ്റുള്ളൂ. അപ്പം എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അന്നേരം മേടിക്കാൻ പൈസ എന്നും പറഞ്ഞുകൊണ്ട് അന്ന് പൈസ മേടിക്കാതിരിക്കുന്ന ആൾക്കാരാണ് ഈ അസിസ്റ്റേറ്റേഴ്സ്. കിട്ടും, നമ്മുടെ മുമ്പിൽ വരും സിനിമ, അന്ന് ഞാൻ നല്ല ശമ്പളം മേടിക്കും, ഞാൻ നല്ല പടം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരിപ്പോഴും വർക്ക് ചെയ്യാണ്. അപ്പോൾ ഭയങ്കര സ്ട്രഗിളാണ് അത്. പിന്നെ സംവിധായകൻ്റെ കൂടെ ആയതുകൊണ്ട് അന്നൊന്നും മുടങ്ങത്തൊന്നുമില്ല. കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകും. അപ്പം അത്രേ ഉള്ളൂ. സിനിമ ചെയ്യാനായിട്ട് കുറച്ചുകൂടി അവരെ കംഫർട്ടബിൾ ആക്കണം. അവർക്ക് ഇവിടെ വെച്ച് വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഒരു ബാറ്റയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്താൽ നല്ലതായിരിക്കും. ഫെഫ്ക യൂണിയനും നമ്മുടെ സംഘടനകളും എല്ലാവരും ചേർന്ന് എന്നുവെച്ചാൽ അവരല്ലേ പിന്നീട് അവർക്കൊരു ഇച്ചിരി മനസ്സമാധാനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ നന്നായിട്ട് എഴുതും, സിനിമയൊക്കെ ചെയ്യും.